ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ബാക്കി വന്ന ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ദോശമാവോ ഇഡ്ഡലി മാവോ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലുള്ള ഒരു മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറി ലീവ്സ്, അതേപോലെ തന്നെ ഒരു ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില കേട്ടോ. ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾ കഴിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ്, അതേപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓരോ കുഴിയിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ചട്ടിയിൽ നിറയെ അങ്ങ് ഓയിൽ ഒഴിക്കരുത് കേട്ടോ. ആ കുഴിയിലേക്ക് മാത്രം ഒരു അല്പം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഓയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഒരു ബ്രഷിൽ ഒരല്പം ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക്. എങ്കിലിത് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഫോർക്കോ ഒരു സ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ സാധാരണ തിരിച്ചിട്ട് കൊടുക്കൂല, അതേപോലെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മറുഭാഗവും വെറും 30 സെക്കൻഡ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടും കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും എടുക്കത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത്രയും നമ്മൾ ഉണ്ണിയപ്പം പോലെ അത്രയും കട്ടിയില്ലല്ലോ, കുറച്ചുകൂടി സോഫ്റ്റാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു പ്രിപ്പറേഷൻ ടൈമും കൂടി ഉൾപ്പെടെയാണ് ഞാനൊരു 2 മിനിറ്റ് പറഞ്ഞത്. വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ രാവിലേക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഹറിബറി ആയിരിക്കും അല്ലേ. ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ ടൈമൊക്കെ ഒന്ന് ലേറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയോ അല്ലെങ്കിൽ ചട്നിയോ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊരല്പം കെച്ചപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ 1 കപ്പ് ദോശമാവ് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ധാരാളമായിട്ട് 2-3 പേർക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ചില സമയത്തൊക്കെ ഞാനിതിലേക്ക് നോൺ വെജ് ചേർക്കും കേട്ടോ. അതായത് ചിക്കനൊക്കെ ഷ്രെഡ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രോൺ ഉണ്ടല്ലോ, ചെമ്മീൻ നമുക്ക് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അത് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ചെങ്കിലും മാവ് ബാക്കി വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന മാവ് ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇല്ല നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അല്പം കൂടി മാവ് കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ച് കാണിക്കാം. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഫുള്ളി നമുക്കതൊരു ഉഴുന്നുവട ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് അരിയും ചേർക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഒരുപാട് ഈ ഈവനിങ് സ്നാക്കിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.